ഇന്നലെ വേടന്റെ ഒരു വിഷയം, അതായത് ഇടുക്കിയെ ഞെട്ടിച്ചുകൊണ്ട് വേടന്റെ റീ എൻട്രി. കുറേ അധികം പേരുടെ ഒരു വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയോ വേടനോട് ഭയങ്കര സ്നേഹം തോന്നിയിട്ടാണ് ഇപ്പോൾ കേരള സർക്കാർ പുള്ളിക്കാരനെ ഹോണർ ചെയ്യുന്നത്. എനിക്ക് പക്ഷെ മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയാമോ, വെടക്കാക്കി തനിക്കാക്കുക എന്ന ഒരു ടേമാണ് ഇവിടെ നടപ്പിലാക്കിയതെന്നാണ് മനസ്സിലായിട്ടുള്ളത്. എന്താ റീസൺ എന്നറിയാമോ? വേടനെ പോലെ ഒരാൾ സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ്. അതായത് സമൂഹത്തിൽ നടക്കുന്ന അന്യായങ്ങൾക്കെതിരെ സംസാരിക്കാൻ കഴിവുള്ള ആർജവമുള്ള ഒരാൾ. അതിൽ ഒരു പ്രത്യേകത വേടനുണ്ട്. പലരും പറയുന്ന കണക്ക് കലാഭവൻ മണിയെ പോലെയാണെന്നോ അല്ലെങ്കിൽ കലാഭവൻ മണിയുടെ പാതയിൽ കൂടെ പിന്തുടർന്നു. ഒരിക്കലും കമ്പാരിസൺ നടത്തരുത്. കലാഭവൻ മണി വേറെ, വേടൻ വേറെ. വേടൻ്റെ അനുഭവങ്ങളാണ് വേടൻ്റെ വാക്കുകളിലുള്ളത്. അപ്പോൾ കലാഭവൻ മണിക്ക് അനുഭവമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലാഭവൻ മണി എന്തൊക്കെയാണ് പാടിയിട്ടുണ്ട് പണ്ടുള്ളവരുടെ നാടൻ പാട്ടുകൾ. അതായത് ഇപ്പം നമ്മളൊരു അധ്വാന ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പലയിടങ്ങളിലും പാട്ട് മൂലം ഇപ്പം വള്ളംകളിയുണ്ട്. വള്ളംകളിക്കകത്ത് പാട്ട് കേട്ടിട്ടില്ലേ? എന്തിനാണ് ആ പാട്ട് പാടുന്നത്? ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് എന്ത് പാട്ട്? അതല്ല. ആ പാട്ടിൽ കൂടെ അവർക്ക് അവരുടെ ആ അധ്വാനത്തിനെ ആയാസകരമാക്കാൻ സാധിക്കുന്നുണ്ട്. അവരവരുടെ അധ്വാനത്തിനെ ആയാസകരമാക്കാൻ തക്കവണ്ണമുള്ള നാടൻ പാട്ടുകൾ കൊയ്ത്തുകാരും പിന്നെ അതേപോലെ അവർ വിധിക്കുന്നവരും ആ സമയത്തൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു. അതൊക്കെ അവൻ കോപ്പി പേസ്റ്റ് ചെയ്ത് പറഞ്ഞു. നാടൻ പാട്ടുകളുടെ ഒരു ഇത്. അത് മാത്രമല്ല, കലാഭവൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കൂടെയാണ് പുള്ളി ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. വേടനിക്ക് അങ്ങനെ യാതൊരു സപ്പോർട്ടുമില്ല. അതുമല്ല, ഇന്ത്യക്ക് പ്രത്യേകിച്ച് കേരളത്തിന് ഒരിക്കലും പരിചയമില്ലാത്ത ഒരു മ്യൂസിക്, അത് റാപ്പ് മ്യൂസിക്, അത് വിദേശത്തിൻ്റെതല്ലേ, അതും അതിൽ കൂടെ പ്രശസ്തി നേടിയതാണ്. തൻ്റെ അനുഭവത്തിൽ കൂടിയുള്ള അത്രയും വൈകാരികമായ അത്രയും വേദനകൾ അയാളുടെ വാക്കുകളിൽ കൂടെ ഉടനീളം നമ്മളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? വേടനാണ്. ആ വേടനെ കമ്പാരിസൺ കലാഭവൻ മണിക്കൊപ്പം ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കലാഭവൻ എന്ന ലേബൽ, ആ ലേബലിൻ്റെ അടിസ്ഥാനത്തിലാണ് കലാഭവൻ മണിയും മുൻപോട്ട് വന്നിട്ടുള്ളത്. രണ്ടാമത്, ഈ പാട്ടുകളൊക്കെ ഭയങ്കര ഭീകരമാണ്, വേറെ രീതിയിലാണ് കുട്ടികളെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നിടത്ത് വേടൻ്റെ ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ വേടൻ തനിക്ക് പറ്റിയൊരു തെറ്റ് തിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് കൃത്യമായി വേടൻ ആ കാര്യം പറയുന്നുമുണ്ട്. കേൾക്കാം. പിണറായി സർക്കാരിന്റെ തുടർച്ച പ്രതീക്ഷിക്കുന്ന മഹാജനസാഗരത്തിന് നടുവിലേക്ക് മലയാളത്തിന്റെ പ്രിയങ്കരനായ ഗായകൻ റാപ്പ് മ്യൂസിക്കിലൂടെ ശ്രദ്ധേയനായ കേരള ജനതയുടെ ഐക്യദാർഢ്യം ഏറ്റുവാങ്ങിയ യുവാക്കളുടെ വിദ്യാർത്ഥിയുടെ ഹരമായി മാറിയ പ്രിയങ്കരനായ വേടൻ ഇതാ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച് വേടൻ ഇതാ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ലേ മക്കള്? നിങ്ങള് ഉണ്ട് 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 എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പലയിടങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനിയന്മാര്, എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും വേടന്റെ കുറെ ദുശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത്. ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത്. വേടൻ എന്നൊരു വ്യക്തി പൊതു സ്വത്താണ്. നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ. നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കിയോടെ വന്നിരിക്കുന്ന എൻ്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എൻ്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാം വേടന്റെ ഈ ഒരൊറ്റ സംഗതി മാത്രം മതി പുള്ളി അദ്ദേഹത്തിന്റെ തെറ്റ് തിരുത്തിയിരിക്കുകയാണ്. അത് മാത്രവുമല്ല, 27 വയസ്സാണ്. 25 എന്ന് പറഞ്ഞപ്പോൾ ആരോ തർക്കിച്ച് 27ആണെന്ന്. വയസ്സ് എത്രയോ 30 അകത്തെന്ന് പറയുമ്പം ആ ഒരു വയസ്സിൽ പറയേണ്ട കാര്യങ്ങളല്ല പുള്ളിക്കാരൻ പറയുന്നത്. ശക്തമായ നല്ലൊരു വിപ്ലവീര്യമുള്ള വാക്കുകൾ. ഇതിനെ പലരും പറയുന്നത് വളരെ മോശപ്പെട്ട രീതിയിൽ കുടിച്ച കള്ള്, അങ്ങനെ കുറേ വേർഡിങ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ തെറ്റായ ഒരു ഇതല്ലേ? ആ കുട്ടികളെ അങ്ങോട്ട് പുള്ളി പറഞ്ഞതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണെന്ന് വ്യക്തമായി മനസ്സിലാവുക മാത്രമല്ല, ഇത് കൃത്യമായി കുട്ടികളിലേക്ക് എത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ നാട്ടിൽ ജാതീയതയുണ്ടോ? ഉണ്ട്. ഇല്ലെന്നാരാ പറഞ്ഞേ? അത് മനസ്സിലാവാൻ സിമ്പിൾ പരിപാടിയുള്ളൂ. പത്രം എടുത്തു നോക്കുക, അതിനകത്തുണ്ട് ജാതി എന്താണെന്ന്. ഇന്ന മതം, ഇന്ന മുസ്ലിം, ഇന്ന ഇത്, ഇന്ന കുത് എന്ന് പല രീതിയിലുള്ള ജാതി വിഭാഗീയത ഇതുണ്ട്. ഇതില്ലാത്ത കമ്മ്യൂണിറ്റിയിലേക്ക് പോലും ഇത് കുത്തിക്കയറുന്നുമുണ്ട്. ജാതീയത ഇവിടെ ഒരു വലിയ നാശമാണ്. നമ്മളെല്ലാവരും ഈക്വലാണ്, മനുഷ്യരാണ്. അവർക്കൊരു വ്യത്യാസം ഈ ഒരു ജാതിയുടെ അടിസ്ഥാനത്തിൽ തിരിച്ച് കൊടുക്കുന്നത് തെറ്റാണ്. ഇവിടെ ഇപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് കുറച്ച് ഷെഡ്യൂൾ കാസ്റ്റിലുള്ള ആൾക്കാരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നൊരു രീതി വന്നു. പണ്ടങ്ങനെയല്ല, ഈ ഒഴിക്കും വേദം പഠിച്ചാൽ. ഇന്ന് അതൊക്കെ മാറിയിട്ട് അവരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും
അയാളിൽ നിന്ന് നമ്മളൊരു പിന്നെന്താ പറയണേ പ്രസാദം വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ കേട്ടിരുന്നു. അതുപോലെ തന്നെ ഒരു മന്ത്രി പദവിയിലിരിക്കുന്നു പറയുമ്പോൾ ഏകദേശം ഈക്വാലിസം ആയി കഴിഞ്ഞു. അവിടെ ഉച്ചനീചിത്വങ്ങളില്ലാതെ അദ്ദേഹത്തിനെ മന്ത്രിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലും അദ്ദേഹത്തിന് പോലും ഈ പറയുന്ന ഇടങ്ങളിൽ രണ്ടാം ഘട്ടമേ ഉള്ളൂ, അതേമാതിരി രണ്ടാം തരമേ ഉള്ളൂ. വിളക്ക് കൊളുത്താൻ കൊടുത്തില്ല. കാരണം ആചാര്യനിഷ്ഠ അനുഷ്ഠാനങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ജീവിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇവർ ഈ വാക്കുകൾക്കിടയിൽ കൂടെ വരികൾക്കിടയിൽ കൂടെ അദ്ദേഹത്തിൻ്റെ വിപ്ലവത്തെയും മോശപ്പെട്ട കാര്യങ്ങളെയും ബോംബിടുന്ന കാര്യവും വെട്ടുന്നേയും കുത്തുന്നേയും കൊല്ലുന്നേയും കാര്യമൊക്കെ പറയുന്നു. അപ്പോൾ അത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇവിടെ മെയിൻ സ്ട്രീമിൽ അപ്പം നമുക്ക് രവിവർമ്മ വയലാറിനെ എടുക്കാം. അപ്പോൾ അദ്ദേഹം വർമ്മയാണ്. അതുകൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ മറക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഒരു അറിവിലാണെങ്കിൽ നല്ലതായിട്ട് കള്ളും കുടിച്ച് അത്യാവശ്യ സ്ത്രീ വിഷയങ്ങളിൽ പടുമോശമായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതയോ കഥയ്ക്കോ ആരെങ്കിലും നോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് വർമ്മയായതുകൊണ്ടായിരിക്കും, ഇത് വേടനായതുകൊണ്ടായിരിക്കും. എന്ത് തന്നെ ആയാലും ഈ പറയുന്ന പയ്യനിക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് കണ്ടെത്തുക മാത്രമല്ല, അപമാനിക്കാൻ വേണ്ടി തന്നെ പുലിനകം ഉൾപ്പെടെ ശ്രീലങ്കൻ അമ്മയുടെ മാതൃത്വത്തിന് നാഷണാലിറ്റി ഉൾപ്പെടെ പല രീതിയിൽ അവഹേളിച്ചത് വെടക്കാക്കി തനിക്കാക്കാൻ വേണ്ടി തന്നെയാണെന്ന് തിരിച്ചറിവ് എനിക്കുണ്ട്, പൊതുസമൂഹത്തിനുണ്ടായ നല്ലത്. സെക്കൻഡ് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കനാകുന്ന് കൊട്ടാരത്തിൽ സാധാരണ നടക്കുന്ന ഫംഗ്ഷനിൽ പുള്ളിയുടെ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യുന്നു. ആ അറേഞ്ച്മെൻറ്റ്സിൽ അത്രയധികം മനുഷ്യർ ഒന്നിച്ചു കൂടുന്നത് കണ്ട് ഞെട്ടിധരിച്ച നമ്മളുടെ പെണു സൈഡ് ഈ ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന് നമ്മളുടെ ഒപ്പമാണ്, നമ്മൾ അവർക്കൊപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച ഒരു പട്ടി ഷോയാണിതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ നിന്ന് ഒരു പടി മുകളിലേക്ക് കയറി ഇടുക്കിയിൽ വെച്ച് എനിക്ക് ഇന്ന പക്ഷമില്ല, ഇന്ന കക്ഷി രാഷ്ട്രീയമില്ല, എൻ്റെ വിഷയം ഇത് മാത്രമാണെന്നൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി കൃത്യമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന രാഷ്ട്രീയക്കാർക്ക് വേണ്ടി പറയത്തില്ല എന്ന്. ഇനിയുള്ള തലമുറ ഇങ്ങനെ വേണം സംസാരിക്കാൻ. ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിമയായി നിന്നുകൊണ്ട് ആ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടി സംസാരിക്കുന്ന മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായി നമ്മളുടെ സമൂഹത്തിലെ ഇതുപോലുള്ള അസമത്വങ്ങൾക്കെതിരെയും അരാജകത്വങ്ങൾക്കെതിരെയും സംസാരിക്കുന്ന ഒരു പുതുതലമുറ ഉണ്ടായി വരാൻ വേടനെ പോലുള്ളവർ അനിവാര്യമാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ ഒരു പാട്ട് പറയാം. ഉടുരാജമുഖി വിജരാജഗടി ഗുജരാജമുജാതിത മന്ദഗതി. ആ സോങ്ങിൻ്റെ കറക്റ്റ് വേർഷൻസ് എടുത്ത് നോക്കിയാൽ പക്ക പോക്ക് സാധനം എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ വർണ്ണിക്കുകയാണ്. അത് ഇവിടെ ഭയങ്കര ഹിറ്റാണ്. കൊച്ചു പിള്ളേർ അതെടുത്ത് വെച്ച് ഡാൻസ് കളിക്കുന്നതിന് കുഴപ്പമില്ല, അത് വെച്ച് പിന്നെ കുട്ടികൾ ചുമ്മാ പാടിക്കൊണ്ട് കിടക്കുന്നതിന് കുഴപ്പമില്ല. കുട്ടിമക്കളുടെ റീൽസിലൊക്കെ ഈ പാട്ട് വരുന്നുണ്ട്. എന്താണത് പറയുന്നത്? ഒരു സ്ത്രീയുടെ അംഗലാവണ്യ വടിവുകളെ വിവരിക്കുകയാണ്. അപ്പോൾ അത് കുഴപ്പമില്ലേ? അത് ആളുകൾക്ക് മനസ്സിലാവാത്ത ഭാഷയുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. കരിമീരി കുരുവിയ കഞ്ചിയില, ചെണിമണി കണ്ടിയില്ല, മാറത്തെ മറ്റേത് കണ്ടില്ല. അത് കൃത്യമായി ഒന്ന് എക്സ്പ്ലനേഷൻ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനകത്തുള്ള ആ സെക്സോളജി മനസ്സിലാവും. അത് കുട്ടികൾ പാടുന്നുണ്ട് കുഴപ്പമില്ലേ? അത് പാടുന്നുണ്ട് കുഴപ്പമില്ലെങ്കിൽ ഇത് പാടുന്നുണ്ട് കുഴപ്പമില്ല. അത് പാടുമ്പോൾ സുഖിക്കുന്നു, ഇത് പാടുമ്പോൾ കുഴപ്പമുണ്ടെന്ന് പറയുന്നത് തലയിലുള്ള ജാതിബോധമാണ്. ഇയാളെ ഏറ്റവും കൂടുതൽ എതിർത്തത് ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറാണ്. എനിക്കത് കണ്ടപ്പോഴേ മനസ്സിലായി, അവൻ്റെ ഉള്ളിൽ കുട്ടിയായിരിക്കാം, പക്ഷെ അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു നികൃഷ്ടമായ ജാതിബോധമാണ് ആ ചെറുക്കനെ കൊണ്ടത് പറയിച്ചത്. ഒരു വീഡിയോ ഒന്നുമല്ല, ഒന്നിൽ കൂടുതൽ വീഡിയോ ഇട്ടു. എന്നിട്ട് അവൻ്റെ ഒരു എക്സ്പ്ലനേഷനും ഉണ്ട്. ഒരു കഞ്ചാവ് അടിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ബാങ് എന്ന് പറയുന്ന ഒരു തരം കഞ്ചാവ് കലക്കി കൊടുക്കാറുണ്ട് നോർത്തിൽ. അതവിടെ എന്താ പറയണേ, റിവാസ് രീതിയാണ്. അതുപോലെ വൈൻ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡ്രഗ്. ഇതൊക്കെ പറയുന്നവർ കുടിക്കുന്നില്ലേ, കഴിക്കുന്നില്ലേ? ഇതിനൊന്നും ജനറലൈസ് ചെയ്ത് പറയുന്നില്ല. പക്ഷേ പറ്റിയത് തെറ്റാണെങ്കിൽ, തന്നെ ഫോളോ ചെയ്യുന്നത് കുട്ടിമക്കളാണെങ്കിൽ അവരോട് പറയേണ്ട കാര്യം വേടൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊരു വീഡിയോ അപ്പുറത്തുനിന്ന് വന്നു. ഇല്ല. എന്തുകൊണ്ടാണ്? ജാതീയ ഭ്രാന്ത്, ജാതിപത ബോധഭ്രാന്ത്. ഇടുക്കിയിൽ അവനെ കാണാൻ വന്ന ആൾക്കാർ അവന് കൊടുത്ത സപ്പോർട്ട്, അതുതന്നെയാണ് സമൂഹത്തിൽ നിനക്ക് കിട്ടുന്ന തിരിച്ചടി. ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാർക്ക് ഇങ്ങനെയാണ് സമൂഹം തിരിച്ചടിക്കുന്നത്. റിയലൈസ് ആയത് നിന്റെ ഉള്ളിലെ സംഗീതമാണെന്ന് ഞാൻ പറയും. എനിക്കത് വ്യക്തമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ അവൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഈ കലാഭവൻ മണിയുടെ കേസ് പറയുമ്പോൾ പലർക്കും ദേഷ്യം വരും. കലാഭവൻ മണി വെച്ചിട്ട് ഇതിനെ ടാലിയപ്പ് ചെയ്യുന്നു. ഇതിന് ഒരിക്കലുമല്ല. കലാഭവൻ മണി പറഞ്ഞത് മുഴുക്കെ ശബരിമലയെ പറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നാടൻ പാട്ടോ വിശപ്പോ, സത്യമാണ്, വിശപ്പിൻ്റെ വിളി അല്ലെങ്കിൽ പിന്നെ പട്ടിണി കുറേ കാണിച്ച് ഹൈലൈറ്റ് ചെയ്താണ് പുള്ളി ആളുകൾക്കിടയിൽ ഇടം നേടിയത്. പക്ഷേ വേടൻ അങ്ങനെ ഒരു കാര്യമല്ല. വേടൻ അതേ അവസ്ഥയൊക്കെ തന്നെയാണ്. അവസ്ഥ വളരെ പരിതാപകരമാണെങ്കിൽ പോലും പട്ടിണി വിറ്റ് കാശാക്കിയവനല്ല വേടൻ. ആ ഒരു വ്യക്തിഗത ആ പയ്യനുണ്ട്.
അവൻ പറഞ്ഞത് വിപ്ലവമാണ്. വിപ്ലവം അനിവാര്യമായ ഒന്നാണ്. പല വിപ്ലവങ്ങളിൽ കൂടിയാണ് ഈ നാട്ടിൽ നവോത്ഥാനം വന്നിട്ടുള്ളതെന്നുള്ള വാസ്തവം. യഥാർത്ഥ ബോധത്തോടുകൂടി അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ അതിൽ ചുട്ടെടുത്ത കനലാണ് ആ പറയുന്ന ഓരോ വേർഡ്സും. അത് ഓരോ മനുഷ്യൻ്റെ നെഞ്ചിലേക്ക് ഇടിച്ചിടിച്ച് കൊള്ളണം. അത്തരം വിഭാഗീയതകൾ ഇവിടെ ഇല്ല. ഇപ്പം ഇതെല്ലാം നോർമലാണ് എന്ന് പറയുന്നിടത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രിയെ പറ്റിയും തന്ത്രിയെ പറ്റിയുമുള്ള എക്സ്പ്ലനേഷൻ. ഇപ്പോഴും ആദിവാസികളുടെ പിന്നെ അമ്പലമെന്ന് സർക്കാർ തന്നെ അഫിഡവിറ്റ് കൊടുത്ത അമ്പലത്തിൽ കണ്ടർ മണ്ടർ എന്ന് പറയുന്ന ബ്രാഹ്മണ കുടുംബമാണുള്ളത്. ബ്രാഹ്മണ്യത്തിന് ഇപ്പോഴും കൊടുക്കുന്ന മൂല്യബോധവും അതും അതിനെ ഓശാന പാടുന്ന ആൾക്കാരെയും പറ്റി ഞാൻ എക്സ്പ്ലനേഷൻ നടത്തേണ്ട കാര്യമില്ല. ഇന്നും 12% താഴ്ന്നു നിൽക്കുന്ന ഒരു വിഭാഗത്തിലെ ആൾക്കാരാണ് 10ഓളം മന്ത്രിമാരായി ഇന്ന് നമുക്കൊപ്പം നിൽക്കുന്നത്. ജനപ്രതിനിധി പോട്ട് ഇങ്ങേയറ്റം എല്ലാ ഇടങ്ങളിലേക്കും ഈ ജാതീയത വേർതിരിവ്, ഉച്ചനീച, സവർണൻ അവർണൻ ആ വേർതിരിവ് കയറി കൂടിയിട്ടുണ്ട്. സവർണ സംവരണം വേണമെന്ന് അവകാശപ്പെടുന്നിടത്ത് ജാതീയത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ തെളിവാണത്. സംവരണം സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല എന്നുള്ളത് ബോധമുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പം തെറ്റ് പറ്റിയാൽ തിരുത്തിയിട്ടുള്ള വേടനെ ഇനിയും വേട്ടയാടുന്നുണ്ടെങ്കിൽ അത് ചളിപ്പും ഉളുപ്പും ഇല്ലാത്തവർക്ക് മാത്രം പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ വേടൻ ഒരിക്കലും മറ്റൊരാളുടെ രാഷ്ട്രീയ ബോധത്തിലേക്ക് പോയി വീടില്ല എന്നൊരു സമാധാനം അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രവുമല്ല, നീ തമ്പുരാനുമല്ല എമ്പുരാനുമല്ല ആണെങ്കിൽ എനിക്കൊരു മലരുമില്ല എന്നുള്ള പാട്ടും അവിടെ പാടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം ഇരിക്കുന്നവന്മാർക്കെല്ലാം അണ്ണാക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ വെടക്കാക്കി തനിക്കാക്കാൻ പോയ ആൾക്കാർക്ക് നല്ല മറുപടിയാണ് വേടൻ കൊടുത്തിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ പാടുള്ളൂ എന്നുള്ളതാണ്. ഒരു സമാധാനവും ഉണ്ട് ഇതിൻ്റെ ഒപ്പം. പിന്നെ ഈ കാണിച്ച ഈ ഒരു വെപ്രാളം സംയമനത്തോടെ കാമായി പ്രതിഷേധിച്ച വേടൻ ഇരിക്കട്ടെ കുതിരപ്പവൻ എന്ന് പറയും. ഇപ്പം നിങ്ങൾ റീസെൻ്റ്ലി കണ്ടല്ലോ മലനാടൻ കാണിച്ച, ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല, എൻ്റെ ജെട്ടിയിടാൻ സമ്മതിച്ചില്ല, എന്നെ അങ്ങനെ ചെയ്തു, ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നോ പിടിവലി അറ്റാർ. പട്ടീനെ പിടിച്ച് തടവുന്നു, നായയെ നന്നായിട്ട് നോക്കിക്കൊള്ളൂ, എൻ്റെ വീട്ടുകാരെ ഉപദ്രവിക്കരുത്, അവർ പാവങ്ങളാണ്, എന്നെ ഉപദ്രവിച്ചോ, വീട്ടുകാരെ ഉപദ്രവിക്കരുത് എന്ന് വളരെ സന്തോഷത്തോടെ വളരെ ആത്മാർത്ഥതയോടുകൂടി കൃത്യമായി പറഞ്ഞ് ആ എന്താണോ നിയമം അത് ഫേസ് ചെയ്യുകയാണ് ചെയ്തത് വേടൻ. അവിടെ കിടന്ന് വെല്ലുവിളിക്കുകയോ ബഹളം വയ്ക്കുകയോ അല്ലെങ്കിൽ ഷട്ടിടാൻ സമ്മതിച്ചില്ലെന്ന് പറയുക, ഇതൊന്നും ഉണ്ടായില്ല. ഇതാണ് പറഞ്ഞത്, ഒരു കള്ളനും യഥാർത്ഥ ബോധത്തിലുള്ള ഒരു വിപ്ലവകാരിയും തമ്മിലുള്ള വ്യത്യാസം അവിടെയുണ്ട്. അയാൾക്ക് കിട്ടിയ വേദികൾ അയാൾ സ്വയം ഉണ്ടാക്കിയതാണ്. ഒരാളും അയാളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. കലാഭവൻ മണിക്ക് പണം വന്നു, കള്ള് കുടിച്ച് പേത്ത് തോന്നിവാസങ്ങൾ കാണിച്ചു. ഇവിടെ മിക്കവാറും കലാകാരന്മാരൊക്കെ ഏകദേശം ഇതൊക്കെ കുടിയന്മാരും ഇതൊക്കെ തന്നെയാണ്. ഏകദേശമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും എന്നല്ല, അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് കല വളരുന്നതെന്നാണ് അവരുടെ വിചാരം. അവർക്കൊന്നും ഇല്ലാത്തൊരു ഒരു മ്ലേച്ഛത ഇദ്ദേഹത്തിന് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, വർമ്മ എന്ന പേരില്ലാത്തത് കൊണ്ടാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിസ്സാര ചോദ്യം. വേടനിക്ക് ആ വാലിൻ്റെ അറ്റത്ത് നായരോ നമ്പ്യാരോ വർമ്മയോ മേനനോ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും 6 ഗ്രാം കഞ്ചാവ് 9 പേര് ചേർന്ന് വെച്ചതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. എന്നിട്ടും അതിനുമല്ല പിടിച്ചിട്ടുള്ളത് പുലിനഖം. പുലി പോലും പറഞ്ഞു അതെൻ്റെ പുലിനഖമല്ല എന്ന്. പക്ഷെ അത് വേടൻ പുലിയെ ഓടിച്ചിട്ട് പിടിച്ച് ബലാത്സംഗം ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണെന്ന് കണ്ടെത്തി വെടക്കാക്കി തനിക്കാക്കാൻ ശ്രമിച്ച സർക്കാരും അതിനോടൊപ്പം നിന്ന വൃത്തികെട്ടവന്മാർക്കും ശരിയായ മറുപടി ഇടുക്കിയിലെ ആ ഒരു ഫംഗ്ഷനിൽ കൂടെ തിരിച്ചു കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും എത്ര മറ്റവനാണെന്ന് പറഞ്ഞാലും എന്ത് അധികാരമുണ്ടെന്ന് പറഞ്ഞാലും സാധു ഒരു മനുഷ്യൻ്റെ മുമ്പിൽ തകർന്ന് തരിപ്പണമാകുന്ന ആ ഒരു ആഠ്യ പാരമ്പര്യം സന്തോഷം തരുന്നതാണ്. പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് വേടനിൽ കൂടെ നമുക്കും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓൾവേസ് വേടനൊപ്പം. താങ്ക് യു.